തസ്മൈ ഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണാം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഗത്യേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യച്ഛവിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം നമുക്ക് ഇന്നൊരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി കടക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി സെൻ പ്രഭുസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം 1-ാം സ്കന്ധം 16-ാം അധ്യായം 8-ാം ശ്ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ഹരേ കൃഷ്ണ. അതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ പറയാനായിട്ട്? അതിലെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. അത് പറഞ്ഞിരുന്നത് യമരാജനെ കുറിച്ചായിരുന്നു കൂടുതൽ വിശദീകരിച്ചത്. യമരാജന്റെ സ്ഥാനത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ രാജധാനിയെ കുറിച്ച് പറഞ്ഞിരുന്നു. സംയമനപുരി നരകങ്ങളുടെ തൊട്ടു മുകളിൽ പിതൃലോകത്തോട് ചേർന്ന് ഗർഭോദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായി പറഞ്ഞു. യമരാജന്റെ സഹോദരിയാണ് യമുന. പിന്നെ അജാമിളമോക്ഷം കഥയിൽ യമരാജൻ തന്റെ ശിഷ്യരോട്, തന്റെ ആൾക്കാരോട് ഭഗവാന്റെ ഭക്തരെ സമീപിക്കേണ്ട വിധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മള് യമരാജന്റെ സ്ഥാനം പറഞ്ഞു. അതുകൂടാതെ യമനെ വേറെ പല സ്ഥലത്തും, ഇപ്പോഴത്തെ റിസോർട്ട് മാതിരി വേറെ സ്ഥലങ്ങളിലും ഒക്കെ യമരാജന് സ്ഥാനമുണ്ട്. യമന്റെ യഥാർത്ഥത്തിൽ അഷ്ടദിക്പാലകന്മാരുടെ ആ സ്ഥാനം അവിടെയാണ് കൂടത്. കർക്കോദ സമുദ്രത്തിനടുത്തായിട്ടാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് സ്ഥാനവും ഉണ്ട്. പിന്നീട് പാപം ചെയ്തവരെ കൊണ്ടുപോകുന്നത് ആ പിതൃലോകത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഗർഭോദക ഓഷിനടുത്തുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. മേരുപർവ്വതത്തിലും ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് നമ്മള് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമരാജനെ എങ്ങനെ നമുക്ക്, ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ നമുക്ക് ആ ഒരു യമരാജൻ നമ്മളെ സമീപിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. അവിടെ അത് എന്തായാലും യമരാജൻ വരാതിരിക്കാനുള്ള മാർഗമുണ്ട് എന്ന് നമുക്കിന്നറിയാം. യമരാജനെ വരുത്താതിരിക്കാനുള്ള മാർഗമുണ്ട് എന്ന്. പക്ഷേ യമരാജനെ സന്ദർശിക്കേണ്ടവർ അവരെങ്ങനെയാണ് യമരാജൻ കാലം നീട്ടിയെടുക്കാൻ എന്ത് മാർഗമുണ്ട് എന്നതിനെ കുറിച്ചും ചോദ്യമുണ്ടായി. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് മരണത്തിന്റെ കാരണഭൂതനായ യമരാജൻ എവിടെയാണ്? ശരിക്കും ഭഗവാനെ കീർത്തിക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ സന്നിഹിതനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ
എന്താണ് ലോകത്തിൽ നിന്ന് മരണത്തെ കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി നിർത്താനുള്ള ഒരു സന്ദർഭം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ മരണത്തെ അഭിമുഖീകരിക്കാൻ ഒരു ജീവാത്മാവും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എങ്ങനെ മരണത്തെ ഒഴിവാക്കണമെന്നുള്ളത് ഈ രീതിയിൽ യമരാജനെ കൂടുതലും ഭഗവാനിലേക്ക്, യമരാജന്റെ സത്തെ കൂടുതൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നു. തന്റെ ദൂതന്മാർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സമയം തീർന്നത്. അപ്പൊ പറയുന്നു, സ്വേ കർമ്മണി അഭിരഥ സംസിദ്ധിം ലഭതേ നര. എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും സത്വഗുണത്തിലുള്ളവരാണ്, ഈ ഞങ്ങൾ ആരൊക്കെയാണ് അവിടെ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം യമരാജൻ പറഞ്ഞു കൊടുക്കുകയാണ്, അഹം മഹേന്ദ്രോ നിരുതി പ്രചേത സോമോഗ്നിരീശ പവനോ വിരിഞ്ചി ആദിത്യ വിശ്വേ വസവോധ സാധ്യ മരുദ്ഗണ രുദ്രഗണ സുസിദ്ധ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരൊക്കെയാണ് അഹം? ഹരികൃഷ്ണ ശ്ലോക നമ്പർ പ്രഭു, ഇത് ഞാന് ഒരു ഇതിൽ നിന്ന് എടുത്തതാണ്. ഇത് ഭാഗവതത്തിലെ നമ്മുടെ 6-ാം സ്കന്ധത്തിൽ കിട്ടും. 6-ാം സ്കന്ധത്തിലെ യമരാജൻ തന്റെ ദൂതന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്, അതിനകത്ത് കിട്ടും. എനിക്ക് തോന്നുന്നു 6:31 എന്ന് എനിക്കൊരു സംശയമുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അജാമിള മോക്ഷത്തിലാണോ മാതാജി? അജാമിള മോക്ഷം കഴിഞ്ഞിട്ട് അജാമിള മോക്ഷ സമയത്ത് യമരാജന്മാർ ചെന്ന് ചോദിക്കുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആരെയാണ് യമരാജനെ എന്തുകൊണ്ടാണ് അങ്ങാണ് ഏറ്റവും വലുതെന്ന് ഞങ്ങൾ ചിന്തിച്ചു, പക്ഷെ അങ്ങയ്ക്കും അപ്പുറത്ത് ആൾക്കാരുണ്ടോ എന്നതിനെ കുറിച്ച് യമദൂതന്മാർ ചോദിക്കുന്നു. ഞങ്ങൾ അവിടെ പിടിച്ചു കെട്ടി ഒരു ആത്മാവിനെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പം അതാ അവര് വന്നിട്ട് എന്ത് ചെയ്തു, വേറെ 3-4 പേര് വന്നിട്ട് അവരെ സ്വതന്ത്രമാക്കി. അപ്പൊ അതിന് കാരണം എന്താന്ന് ചോദിക്കുന്ന അവസരത്തിലാണ് അപ്പൊ ആ ഉപദേശം കൊടുക്കുകയാണ്. അപ്പൊ അത് പറയുകയാണ്, അഹം എന്ന് പറഞ്ഞാൽ അപ്പൊ 6-ാം സ്കന്ധത്തിൽ തന്നെയാണ്, 6-ാം സ്കന്ധത്തിൽ നിന്ന് കിട്ടും. 6:3 മാതാജി പറഞ്ഞു തോന്നുന്നു. 6:3 എഴുതിയിട്ടുണ്ടായിരിക്കും, എനിക്ക് മറന്നുപോയി പ്രഭു. 6:3 ആയിരിക്കും. 6 ഞാൻ ഇന്നലെ നോക്കിയിരുന്നു. 6:3. അഹം മഹേന്ദ്രോ, ഞാന് മഹേന്ദ്രൻ, ദേവേന്ദ്രനെ, നിരുതി ദേവന്മാരെ, പ്രചേതസ്സുകളെ, വരുണനെ, അതുപോലെ സോമനാര ചന്ദ്രൻ അല്ലെ, ഗിരീശൻ എന്ന് പറയുമ്പോൾ ശിവനെയാണ് അവിടെ പറയുന്നത്. ഗിരീശൻ, പാവനൻ കാറ്റിന്റെ വായുദേവൻ, വിരിഞ്ചൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ആദിത്യൻ, പിന്നെ വിശ്വേശൻ, ഭൂമി, അതുപോലെ അങ്ങനെയുള്ള മരുത്ഗണങ്ങളെ, രുദ്രനെ, ഇവരെല്ലാവരും ഉണ്ട്. ദേവന്മാരായിട്ട് 33 മുക്കോടി എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പൊ ഈ ദേവന്മാരൊക്കെ ഉണ്ടെങ്കിലും അതിൽ ശിവൻ, ബ്രഹ്മാശിവൻ ഒക്കെ വളരെ പ്രാധാന്യമുള്ളവരാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായി അങ്ങയെ ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, ഭഗവാനിൽ നിന്ന് സച്ചിത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ സദ്ഭാവം തന്നെയാണ് ആര്? ബലരാമന്. വേറെ അവിടെ മാറ്റമൊന്നുമില്ല. ഒരു നിറത്തിൽ മാത്രമാണ് പ്രകാശത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ, സ്വയം പ്രകാശവും പ്രഭവ പ്രകാശവും ഒക്കെ നമ്മൾ പഠിച്ചു. അതിലെ എന്താണ് ആ ഒരു ഭാവം ഇങ്ങോട്ട് മാറി, നിറം മാത്രം മാറി എന്നേ ഉള്ളൂ. ആ ഭഗവാൻ തന്നെയാണ് ബലരാമൻ എന്ന് പറയുന്നത്. യാതൊരു വ്യത്യാസം ഇല്ലെങ്കിലും ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം ഭഗവാൻ അറിയുന്ന ചില കാര്യങ്ങൾ ബലരാമന് കിട്ടുന്നില്ല. ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്ത് എപ്പോഴാണ്. ബ്രഹ്മവിമോഹന ലീല നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തേക്ക് എന്നുവെച്ചാൽ അവിടുത്തെ ഒരു വർഷത്തേക്ക് യാതൊരു ഒരു ലാഞ്ചന പോലും, സംശയത്തിന്റെ ലാഞ്ചന പോലും ആർക്കും കൊടുത്തില്ല. കൃഷ്ണനാണ് ഈ എല്ലാമായിട്ട്, ഈ കിടാക്കളായിട്ടും പശുക്കളായിട്ടും അവരെല്ലാമായിട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഗോപികമാരുടെ പാൽ കുടിച്ചുകൊണ്ട് ഗോപികമാരുടെ മക്കളായിട്ട് കൃഷ്ണൻ തന്നെയാണ് അവരുടെ കൂട്ടിലുള്ള കുട്ടികളെന്നും അതുപോലെ അവരുടെ പശുക്കളെന്നും യാതൊരു ലാഞ്ചന പോലും ആർക്കും കൊടുത്തില്ല. അവസാനം ഒറ്റ വർഷം കഴിയുമ്പോഴാണ് ഇവർക്കെല്ലാം ഇത്രയും അറ്റാച്ച്മെന്റ് എന്തുകൊണ്ട്, ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് എന്തുകൊണ്ട് ഈ കുട്ടികൾക്കും ഈ അമ്മമാർക്ക് കുട്ടികളോടും പശുക്കൾക്ക് കുട്ടികളോടും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള തോന്നല് ബലരാമനിലുണ്ടാക്കുന്നത്. അത്രയും നാളും അദ്ദേഹവും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോഴാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് കൃഷ്ണനോട്. അതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ചില കാര്യങ്ങൾ
ചില സമയത്ത് അതുപോലെ സെമന്തകമണി മോഷ്ടിച്ചിട്ട് ആ സമയത്ത് അക്രൂരിന്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് പോകുന്നുണ്ടല്ലോ, ആ സമയത്ത് ഒക്കെ വരാം. അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ബലരാമൻ സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നെങ്കിലും എന്താ വ്യത്യാസം? സ്വയം പ്രകാശവും പ്രഭവപ്രകാശവും അല്ലെ? ആ ഒരു വ്യത്യാസമേ ഉള്ളൂ എങ്കിലും ചിലതൊക്കെ മാറി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ പറയുകയാണ്, അപ്പം ജ്ഞാനിക്കോ ശിവനോ മറ്റാർക്കും തന്നെ അങ്ങയുടെ രഹസ്യം അറിയാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് ദൂതന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞപ്പോ അല്ല എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനി അദ്ദേഹത്തെ അറിയാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുക. എങ്ങനെ അദ്ദേഹത്തെ അറിയാമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? ആർക്കെങ്കിലും പറയാമോ? എങ്ങനെ നമുക്കറിയാം? ആ വാക്ക് തന്നെയുണ്ട്, നിങ്ങൾ പഠിച്ചും കഴിഞ്ഞു. ഭക്ത്യാമാമഭിജാനാതി. എങ്ങനെയാ എന്നെ അറിയുന്നത്? ഭക്തി കൊണ്ട് മാത്രം എന്നെ മനസ്സിലാക്കാൻ കഴിയും, ബാക്കി ഒന്നുകൊണ്ടും എന്നെ അറിയാൻ കഴിയുകയില്ല. അപ്പൊ നമുക്ക് തോന്നി ഇവർക്ക് ഭക്തി ഇല്ലേ? ഉണ്ട്, ഇവർക്കെല്ലാം ഭക്തിയുണ്ട്. പക്ഷേ ആ ശുദ്ധ ഭക്തി അത് കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമുക്കറിയാം, ധർമ്മന്തു സാക്ഷാത് ഭഗവത് പ്രണീതം നവൈ വിദുർ ഋഷയോ നാവിദേന നസിദ്ധ മുഖ്യ അസുരാ മനുഷ്യ കുതോനു വിദ്യാധര ചാരണാദയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞു തന്നിരിക്കുന്നത് ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം, ഭഗവാനിൽ നിന്നും മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. അതിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ ആർക്കും കഴിയുന്നില്ല. ആരൊക്കെയാണ് അതിനെ കുറിച്ച് ഗ്രഹിച്ചിട്ടുള്ളവരാരൊക്കെയാണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാരൊക്കെയാ? ഗോപികമാര് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക എന്നല്ല, ഭഗവാനെ കുറിച്ച് ഒന്നും തന്നെ അവർക്ക് അറിയിക്കുകയേ വേണ്ട. ഗോപികമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭഗവാൻ എല്ലാമാണ്. ഞങ്ങൾക്ക് ഇനി ഗോപികമാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് കുരുക്ഷേത്രത്തിൽ വെച്ച്. ഈ സമയത്ത് എപ്പോഴാണ്? സൂര്യാസ്തമന വേളയിൽ അവസാനം ഗോപികമാരെ കാണുന്ന സമയത്ത് ഗോപികമാര് കഷ്ടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിട്ട് അവിടെ ഞാൻ പറഞ്ഞതാണ്, അവിടെ സൂര്യാസ്തമന ആ സമയത്ത് സൂര്യഗ്രഹണ സമയത്ത് എന്ത് ചെയ്യുന്നു? കൃഷ്ണനെ ഗോപികമാര് കാണുന്നു. ആ സമയത്ത് ഗോപികമാരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഇരുത്തിയിട്ട് ഗോപികമാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താണ്? ഞാൻ ആരാണെന്നും ഭഗവാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നും ഭഗവാന്റെ ഉദ്ദേശം എന്താണ്. അപ്പൊ ഗോപിമാർ ചെവി അങ്ങ് പൊത്തുക ചെയ്തത്. ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങളുടെ കുഞ്ഞായിട്ട് മതി, ഞങ്ങൾക്കല്ലാതെ നിങ്ങളുടെ ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഐഡിയാസ് ഒന്നും പറഞ്ഞു തരണ്ട എന്നിട്ട് ചെവി പൊത്തി അവർ കേട്ടില്ല എന്നുള്ളതാണ്. കൃഷ്ണ അവരെ മാറ്റാൻ, അവരെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശം കൊടുക്കാൻ നോക്കിയത്. അവർ അത് സമ്മതിച്ചില്ല. അവർക്കെല്ലാം കൃഷ്ണ അതിനൊക്കെ അപ്പുറത്തെത്തിയവരാണ് അവര്. പക്ഷെ അവരുടെ മനസ്സിൽ അത് വേണ്ട എന്നുള്ള ഭാവമായിരുന്നു അവർക്കുള്ളത്. അപ്പൊ ആരായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് സിദ്ധയെ. എന്റെ പ്രഭു, ഞാനതല്ല അത് 1001 പേർക്ക് മാത്രമേ അതേക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ അല്ലേ? അതിനപ്പുറം കടന്നിട്ട് അതിനോ ചിന്തിക്കുന്നവരിൽ തന്നെ 1000-ൽ ഒരാൾ മാത്രമേ അതിനെ മനസ്സിലാക്കൂ. അപ്പം ആർക്ക് കുറച്ചെങ്കിലും അറിയാവുന്നവരാരാ? നമ്മൾ ആരെയാ പോകുന്നത്? ഭീഷ്മരെ ഭീഷ്മരൊക്കെ ഉണ്ട്. ഭീഷ്മരൊക്കെ ഉണ്ട്. സ്വയംപുർ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ഭയം എന്ന് പറഞ്ഞ് ഞാനും എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അവിടെ അല്ലേ? എനിക്ക് 12 മഹാജനങ്ങൾക്ക് എന്നെ കുറിച്ച് ധാർമ്മിക തത്വങ്ങൾ അറിയാവുന്നവരാണ്. ധാർമ്മിക തത്വങ്ങൾ അവർക്കറിയാം. ആ ധാർമ്മിക തത്വം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സർവഗുഹ്യതമം ഗുഹ്യാത് ഗുഹ്യതരം, അങ്ങനെയുള്ളതാണ്. സർവഗുഹ്യതമം ഗുഹ്യാത് ഗുഹ്യതരം. അപ്പം നമ്മൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹന്ത്വാ സർവപാപേഭ്യോ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നും പാപത്തെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, എല്ലാം എന്നിലേക്ക് ഇട്ടേക്കൂ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആരെയൊക്കെ സമീപിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ അറിയേണ്ടത്. നമുക്ക് 4 പരമ്പരകളുണ്ട്. ആ പരമ്പരകൾക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണ് ആ പരമ്പരകൾ? നമ്മൾ പഠിച്ചതാ, നിങ്ങൾക്കെല്ലാം അറിയാം. സമ്പ്രദായ, രുദ്ര സമ്പ്രദായ,
പിന്നെ ശ്രീ ഗൗഡീയ കുമാര ബ്രഹ്മ ഗൗഡീയ സമ്പ്രദായം. വൈഷ്ണവ സമുദായ കുമാര സമുദായം. സമ്പ്രദായം. അപ്പൊ ആ ഇതിൽ നാലിൽ ഏതെങ്കിലും ഒന്നിനെ ശരണം പ്രാപിക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമ്പ്രദായ വിഹീനയെ മന്ത്രാസ്തേ നിഷ്ഫലാമഥ. ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ ഉൾപ്പെടാതെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് എനിക്ക് കൃഷ്ണനെ നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ ഫലം, അവരുടെ ഈ കഷ്ടപ്പാട്, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിഷ്ഫലമായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒന്നിൽ ഭഗവാനെ അറിയാവുന്ന, ഭഗവാനെ മനസ്സിലാക്കാൻ അല്പമെങ്കിലും കഴിയുന്ന, പൂർണ്ണമായി ആർക്കും, ഞാൻ പറഞ്ഞു ബലരാമന് പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ അങ്ങനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ആ ആൾക്കാർക്ക് മാത്രമേ, അങ്ങനെയുള്ളവരെ നമ്മൾ സമീപിക്കണം. ഏതൊക്കെ ഒരു സമ്പ്രദായങ്ങളാണോ ഗുരു ശിഷ്യ പാരമ്പര്യത്തിൽ കൂടി ഉള്ളത്, അവരെ കാണുന്നവർക്ക്, അവരെ ഫോളോ ചെയ്യുന്നവർക്കാണ് കുറച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. അപസമ്പ്രദായങ്ങൾ ഒരുപാടുണ്ടെന്ന് ഓർത്തോണം. ഒരുപാട് അപസമ്പ്രദായങ്ങളുണ്ട്. അവയിൽ ഒരുപാട് മാർഗനിർദ്ദേശവും നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് നമ്മള് സമയം പാഴാക്കരുത്. സമയം നമ്മൾ പാഴാക്കി കളയരുതേ എന്നാണ് പറഞ്ഞത്. ഭാഗവതത്തിൽ പറയുന്നില്ലേ ആദ്യമേ, ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. ആർക്കു വേണ്ടിയുള്ളതാണ്? നിർമ്മത്സരാണാം സദാ. ആർക്കും യാതൊരു മാത്സര്യവും കൂടാതെ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈശ്വര തത്വങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. യാജ്ഞവൽക്യനുണ്ട്, അതുപോലെ ജമിനിയുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതെല്ലാം ചിട്ടപ്പെടുത്തി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവർക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അവര് മായയാൽ സംഭ്രാന്തരായി പോയി. അപ്പൊ യാജ്ഞവൽക്യനെ ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇതിനെക്കുറിച്ച് എഴുതി വെച്ചത്. പക്ഷേ അവർ ഒരറ്റത്ത് വന്നപ്പോൾ അവർ മായയാൽ സംഭ്രാന്തരായി പോയി എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് ഈ 12 മഹാജനങ്ങളുടെ ധാർമ്മിക തത്വങ്ങളെ കുറിച്ച് അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പം അതിന് നമുക്ക് ഭക്തിയുത സേവനം വേണം, ഹരേ കൃഷ്ണ മന്ത്രജപം വേണം, അതിന്റെ മൂല്യം. ഇത് 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടുള്ളതാണ്. അവരതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാ? ഭക്തിയുത സേവനം, ഭഗവാന്റെ നാമജപം, അതിന്റെ മൂല്യം. ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തി. ആ 3 പ്രാവശ്യം ഹരേർനാമ ഹരേർനാമ ഹരേർനാമ, അതൊന്നും അവര് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരെല്ലാം എന്താ അവർ ചെയ്തത്? ആചാരാനുഷ്ഠാനങ്ങളിൽ ആകൃഷ്ടരായിട്ട് ഭൗതിക സുഖം മാത്രമാക്കി അവരുടെ ലക്ഷ്യത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോഴേ എന്തോ പ്രഭു? ജ്ഞാന അപകൃത ചേതസ. ജ്ഞാനാപകൃത ചേതസ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നമുക്ക്. അപ്പോഴത്തേക്ക് അവരെന്തിലായി പോയി? ഈ സുഖത്തിൽ അങ്ങ് മുഴുകിപ്പോയി. അവർക്ക് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അവനെ കാമമോക്ഷങ്ങളിൽ തൽപരരായി. ഏതാണ് 15:15 ഭഗവത്ഗീതയിലെ? അതിൽ അവര് തൊട്ടേയില്ല. എന്താ 15:15 പറഞ്ഞേക്കുന്നത്? വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവചാഹം. അപ്പൊ അതിലോട്ട് അവർ സ്പർശിച്ചില്ല. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു നമ്മുടെ ശീലങ്ങളായാലും ശരി, നമ്മുടെ മനസ്സിലായാലും ശരി, ഒക്കെ നമ്മൾ ശുദ്ധി സൂക്ഷീകരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിലും നമ്മൾ പറയുന്നതിലും ഒക്കെ മനഃശുദ്ധി വേണം. നമ്മൾ ചിലപ്പം ദേഷ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയെന്നിരിക്കും. പക്ഷേ ആ പറയുമ്പോഴും നമ്മളെ അല്പം ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടണമെന്നുള്ള, നമ്മൾ കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നവർക്ക് അത് കിട്ടുകയില്ല എന്നുള്ളതാണ്. അതുപോലെ വിഗ്രഹാരാധന, മറ്റ് ക്രമീകൃത തത്വങ്ങൾ, ഇതൊക്കെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഭഗവാന്റെ പാദകമലങ്ങളിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഒരു യമരാജൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് നമ്മള് ഓർക്കണം. അല്ലെങ്കിൽ അവിടെ അഹന്ത വന്നില്ല. അല്ലെങ്കിൽ ഞാൻ വലുതാണെന്ന് തന്റെ, സാധാരണയാണെങ്കിൽ നമ്മുടെ താഴെയുള്ള വരുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ അങ്ങല്ലേ വരുന്നെന്ന് ചോദിച്ചാലും അല്ലാന്ന് പറയാൻ തന്നെ സാധാരണക്കാർക്ക് പ്രയാസമായിരിക്കും ഇല്ലേ? ഇവിടെ ഭഗവാൻ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ യമരാജൻ എത്ര ഇതായിട്ടാണ് ഭഗവാനെ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാന്റെ പാദകമലങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ എന്തുകൊണ്ട് രക്ഷിക്കും? ഗദയാൽ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്.
ഗദയാൽ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ഭഗവാന്റെ ഗദയുടെ പേരെന്താണ്? കൗമോദകി സരസിരം കരുണാകടാക്ഷം, അല്ലെ? കൗമോദകിയാണ് അദ്ദേഹത്തിന്റെ ഗദ. അപ്പം ആരെയൊക്കെ തന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് അവിടെ യമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തന്റെ ശിഷ്യർക്ക്. ആരൊക്കെയാണ്? താനാനയത്വമസതോ ഭഗവൻ മുകുന്ദ പാദാരവിന്ദ മകരന്തരസാദജുഷ്ടം നിഷ്കിഞ്ചന പരമഹംസ കുലൈരകൈർ ദുഷ്ടാഗ്രഹേ നിരയവത്മനിബദ്ധതൃഷ്ണാൻ. അപ്പൊ ആരൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? താനാതനയത്വം അസതോ ഭഗവൻ മുകുന്ദ എന്ന് പറഞ്ഞാല് അഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെ, തനിയെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ, എന്ന് വെച്ചാൽ യാതൊരു ഭക്തിയും എനിക്ക് ആവശ്യമില്ല, എന്റെ കർമ്മങ്ങളൊക്കെ കറക്റ്റാണ്, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ അഭക്തന്മാർ. പിന്നെ ഭഗവാന് വിരുദ്ധരായിട്ടുള്ളവർ, അവര് തന്നെ വിരുദ്ധരായിരിക്കുമല്ലോ, അല്ലാത്ത രീതിയിലും ഭഗവാന് വിരുദ്ധരായിട്ടുള്ളവരെ, ഭഗവാന്റെ എതിരായിട്ട് പ്രകടിപ്പിക്കുന്നവര്. പിന്നെ അവരെ തന്നെ മധുവിന്റെ രുചിയോട് വിമുഖരായിരിക്കും. ഭഗവാന്റെ പാദപത്മത്തിൽ കാണുന്ന ആ പദപത്മത്തോട് വിമുഖരായവരെയാണ് വിരുദ്ധരായവർ. പിന്നെ പരമഹംസരോട് യാതൊരു സമ്പർക്കവും ഇല്ലാത്ത ആൾക്കാർ, അത് പാദാരവിന്ദ മകരന്ത രസാദജുഷ്ടം. പിന്നെന്താണ്? നിഷ്കിഞ്ചന പരമഹംസ കുലൈരകൈർ, നിഷ്കിഞ്ചനന്മാരായിട്ടുള്ളവരോടെ യാതൊരു ഇഷ്ടവും കാണിക്കാത്തവരെ, പരമഹംസരോട് സമ്പർക്കമില്ലാത്തവരെ. പിന്നെ ഗൃഹസ്ഥ ജീവിതത്തിന് ലൗകികാസ്വാദനത്തിലും അങ്ങ് ആസക്തരായവർ, അവരെ നമ്മൾ എന്തു പറയും? ഏത് പേരിലാണ് അവരെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ 2 പേര് പറഞ്ഞു. നമ്മളെ സാധാരണക്കാരാരൊക്കെയാണ്? ഒന്ന് ഗൃഹസ്ഥന്മാരും ഗ്രഹമേദികൾ. അപ്പൊ അങ്ങനെ ഗൃഹസ്ഥ ജീവിതത്തിലും ലൗകിക ആസ്വാദനത്തിലും കൂടുതൽ ഇവരൊക്കെ എന്റെ അടുത്തിങ്ങ് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അല്ലാത്തവരെ തൊടാൻ പോകല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണന്റെ കയ്യിൽ കൃഷ്ണനെ വിളിക്കുന്നവരെ തൊടാൻ പോകണ്ട, കൃഷ്ണനുമായിട്ട് അടുത്തുള്ളവരെ. അതാണ് തനാതനേത്വമസതോ ഭഗവാൻ മുകുന്ദ പാദാരവിന്ദ മകരന്ത രസാദജുഷ്ടം. ആ പാദത്തിലെ മകരം നുകരുന്നവരെ നമ്മൾ നേരത്തെ ഒരു മകരന്തം പഠിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ, അല്ലെ, 2 ശ്ലോകത്തിന് മുമ്പ്. അപ്പൊ അത് നുകരുന്നവരെ നിങ്ങൾ ഒരിക്കലും തൊടാൻ പോകണ്ട എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചതുർവിധാ ഭജന്തേ മാം ജനാഹ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശഭ. 4 കൂട്ടരാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെ? 4 കൂട്ടരാണ് എന്നെ എപ്പോഴും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആർത്തന്മാര്, ദുഃഖിതന്മാര്, ജ്ഞാനികള്, അർത്ഥാർത്ഥികള്. ഇവരൊക്കെ എന്നെ വിളിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. മനുഷ്യരിൽ 4 കൂട്ടർ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കതിൽ ഇഷ്ടം എന്താണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തി സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല. എന്താണ്? അപ്പം ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടം അവരെ ആണ് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഔദ്യോഗികമായി വേദാധ്യയനം ചെയ്യുന്നവരെ, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങിയ ദേവതകളെ എന്ത് ചെയ്യും? അവരെ വേണ്ടിയിട്ട് അവരെ വേണ്ടി യജ്ഞം ചെയ്യും. നമുക്കറിയാം, യജ്ഞം നടത്താറുണ്ട്, അല്ലെ? ചെയ്തിട്ട് പ്രകൃതിയുടെ അധമ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഒരു മുക്തരാണ്. അപ്പൊ ഈ യജ്ഞം നടത്തുന്നതിന് ഒരു ഉദ്ദേശം കൊണ്ട് വേദത്തിൽ ചുമ്മാതെ പറഞ്ഞിരിക്കുകയല്ല. ഒരു തരത്തിലും നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയാത്ത ആൾക്കാര് യജ്ഞം ചെയ്തിട്ട് ആ യജ്ഞത്തിൽ നിന്ന് ഇപ്പൊ ഭഗവാനോടുള്ള ഇഷ്ടം വന്നിട്ട് ആ മാലിന്യത്തിൽ നിന്ന് മുക്തമായിട്ട് പ്രകൃതിയുടെ അധമ ഗുണങ്ങളിൽ നിന്ന് കരകയറുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ അധമ ഗുണങ്ങളിൽ നിന്ന് കരകയറിയിട്ട് അവർക്ക് ഒരു മോചനം കൊടുക്കും ഭഗവാനായിട്ട്. അപ്പം ശരിക്കും ഭഗവാനിലേക്ക് അവർ വരാൻ നോക്കുകയാണ്. ആ സമയത്ത് അവർ യജ്ഞാദി കർമ്മങ്ങളാൽ സമ്പുഷ്ടരായി അവരെങ്ങോട്ട് പോകുന്നു? മഹർലോകത്തേക്ക്, ജനലോകത്തേക്ക്, തപോലോകത്തിലേക്ക് ഒക്കെ എത്തും. അപ്പം യജ്ഞാദി കർമ്മങ്ങളാൽ സമ്പുഷ്ടരായിട്ട് അവർ ഈ ലോകങ്ങളിൽ, മഹർലോകം, ജനലോകം, തപോലോകം, ഇവിടങ്ങളിലേക്ക് എത്തിയതിന് ശേഷം അവർക്ക് അവിടെ ഭയങ്കര ഇന്ദ്രിയസുഖം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഭൂമിയേക്കാൾ 10 മടങ്ങ് ഇന്ദ്രിയസുഖം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഇന്ദ്രിയസുഖത്തിൽ ഭ്രമിച്ചു പോകുക, അവിടെ ചെന്നിട്ടും ഭ്രമിക്കാതിരിക്കുന്നവർ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇന്ദ്രിയസുഖമൊക്കെ മാറ്റിവെച്ചിട്ട് യജ്ഞം ചെയ്തിട്ട് നമ്മള് ഈ തപോലോകം, ജനോലോകം ഒക്കെ ചെല്ലുന്ന ആൾക്കാരെ, മനുഷ്യരെ എന്ത് ചെയ്യുന്നു? അവിടെ ചെല്ലുമ്പോഴും അവിടെ
നമ്മളെക്കാൾ എന്തിന് സുഖമുള്ളവിടമാണെങ്കിൽ പോലും ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ തിരിച്ചത് വേറൊരു കാര്യത്തിനാണ് എന്ന രീതിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ബ്രഹ്മാവിനോടൊപ്പം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ കഴിയും. അല്ല എങ്കിൽ നമ്മള് നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ അതിന് കഴിയുന്നില്ല, അവിടെ ചെന്നപ്പോൾ ആ സുഖം കണ്ടിട്ട് നമ്മൾ അങ്ങ് ഭ്രമിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്തു പറ്റും? നമ്മൾ പിന്നെയും ഇവിടുന്ന് കൊണ്ടുപോയ കാര്യമാണ്. നമ്മളിപ്പോ അമേരിക്കയ്ക്ക് പോവുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ, 2 കോടി രൂപയുണ്ട്, അല്ലെങ്കിൽ 1 കോടി രൂപയുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം ഉണ്ട്. അപ്പൊ ആ രൂപയും വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ അത് ചെലവാക്കുന്നിടം വരെ അവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് പൈസയൊന്നും ഇല്ലാതെ വന്നാൽ എന്താണ്? ഒരു കാര്യം ഇല്ലാതെ പോയാൽ നമുക്ക് അവിടെ ജോലി കിട്ടത്തില്ല. അപ്പം നമ്മൾ തിരിച്ചിഞ്ഞു പോരേണ്ടതായിട്ട് വരും. അതുപോലെ ഇവിടെയും നമ്മൾ പുണ്യം നേടിയിട്ടാണ്, നമ്മുടെ യജ്ഞപുണ്യം കൊണ്ടാണ് നമ്മൾ പോയത്, മഹർലോകത്തിലോ ജനലോകത്തിലോ ഒക്കെ പോയതെങ്കിൽ ആ പുണ്യം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, ഇല്ലേ? തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അപ്പൊ അതെന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ പറയുന്നത് എന്താ? അനന്യാശ്ചിന്തേന്തോമാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെ എന്നെ തന്നെ ഭജിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് ഭഗവാൻ. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ച് പൂർണ്ണ ഭക്തിയോടെ എന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും, അല്ലെ? അതുപോലെ തന്നെ അവർക്കുള്ളത് നിലനിർത്തുകയും ചെയ്യും. സാധാരണ നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, കൃഷ്ണനെ ഭജിക്കുന്നവർക്ക് എന്നും ദുഃഖമാണ്, അല്ലെങ്കിൽ കൃഷ്ണന്റെ ആ ഓടക്കുഴൽ വെച്ച് അങ്ങ് ഊതിക്കളയും, ഇങ്ങനൊക്കെ ഉള്ള വിശ്വസിക്കുന്ന മനുഷ്യരും നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, പൂർണ്ണതയോടെ അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ. അത് തീർത്തും നമ്മൾ ഓർത്തോണം. അങ്ങനെയുള്ളവർക്ക് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും, ഉള്ളതെല്ലാം നിലനിർത്തുകയും ചെയ്യാം. അപ്പം ഒരു കാര്യം, അപ്പൊ കൃഷ്ണ ഭക്തനാകണം, അതുപോലെ കൃഷ്ണ സേവകനാകുന്നു, അതുപോലെ കോമ്പറ്റീറ്റർ ആകാൻ നമ്മൾ ശ്രമിക്കരുതേ എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞു തരികയാണ്. എന്താ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാല്? അവിടെ വരുമ്പം വിപരയോ സ്മൃതിയിലേക്ക് നമ്മൾ പോകും. കൃഷ്ണനെല്ലാം ഉണ്ട്. അപ്പൊ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ ഭഗവത്ഗീത പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ്? നീ എന്നിൽ ഒരിക്കലും അസൂയാലുവായിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മള് കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കണം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാ? സംബന്ധം, പിന്നെ എന്തൊക്കെയാ? ആഭിധേയം, പ്രയോജനം, അല്ലെ? സംബന്ധം എന്തുവാണ്? ജീവജാലത്തിന് ഭഗവാനുമായുള്ള ബന്ധം എന്താണെന്നറിയുക. നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ആഭിധേയവും ഈ ബന്ധത്തെ മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചുള്ള പ്രവർത്തനം നമ്മള് കാഴ്ചവെക്കുക, ഡിവോഷണൽ സർവീസ്, അല്ലെ? പ്രയോജനം, ആ ഭക്തിയുത സേവനം വഴി ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. സംബന്ധ, പ്രയോജന, ആഭിധേയ, ഇത് 3 നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, ഫലേച്ഛാകർമ്മങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നെന്തോ കളയണം? സ്പെക്കുലേറ്റീവ് നോളജ്, ഊഹാപോഹമായ ചിന്താഗതികൾ യോഗികൾക്കുള്ളതുപോലെ അതെല്ലാം കളഞ്ഞിട്ട് ഡിവോഷണൽ സർവീസിൽ എത്തുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സ്ഥാനമുള്ളൂ. ഹരേ കൃഷ്ണ. ഇത്രയും കൂടി യവനരാജന്റെ ഉപദേശം വന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. 9ാമത്തെ ശ്ലോകം. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിഃ. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിഃ. മന്ദസ്യ, മന്ദന്മാരെ നമ്മള് കലിയുഗത്തെ കുറിച്ച് പഠിച്ചപ്പോ സുമന്ദമതയോ പഠിച്ചതാണ്, അല്ലെ? മന്ദസ്യ, മടിയന്മാരുടെ, മന്ദ എന്ന് പറഞ്ഞാൽ നിക്ഷുദ്രമായിട്ടുള്ളവർക്കാരുടെ, പ്രജ്ഞസ്യ എന്ന് വെച്ചാൽ ബുദ്ധി, വയഹ, വയോ എന്ന് പറയുന്നത് നമ്മൾ വേടായിട്ട് എടുക്കുമ്പോൾ വയഹ വരും, വയസ്സ്, മന്ദ
വീണ്ടും മന്ദ വന്നു, അവിടെ വളരെ ചുരുങ്ങിയത് എന്നുള്ള അർത്ഥം. പിന്നെ ആയുഷ, ആയുസ്, ച വൈ, വൈ എന്ന് പറഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും. നിദ്രയാ ഉറങ്ങിക്കൊണ്ട്, ഹ്രിയതേ കഴിച്ചു കൂട്ടുന്നു, നത്തം രാത്രി, ദിവ പകൽ, ച അത് വീണ്ടും എന്നുള്ള അർത്ഥം, വ്യർത്ഥമായ കർമ്മഭിഹി കർമ്മങ്ങളാൽ. വിവർത്തനം, ട്രാൻസ്ലേഷൻ പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. വിവർത്തനം, ക്ഷുദ്രജീവികളും ക്ഷുദ്രമായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള നിസാരമായ മന്ദ എന്നുള്ളതാണ് ക്ഷുദ്രബുദ്ധികളും മന്ദമായ ബുദ്ധിയുള്ളവര്. പിന്നെ അല്പായുസുക്കളുമായ, പിന്നെ എങ്ങനെയുള്ളവരാണ്? മഠയന്മാരായ മനുഷ്യർ. അവരെന്ത് ചെയ്യുന്നു? രാത്രി മുഴുവൻ ഉറങ്ങുന്നു, പകൽ അവർ മുഴുവൻ ദുർവൃത്തമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് സമയം ചിലവഴിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പല ആൾക്കാരെ കുറിച്ചും ഇവിടെ പറയുകയാണ്. അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യര്, അവർക്കൊരിക്കലും മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ മൂല്യം അറിയാൻ കഴിയുന്നില്ല. അവരെ ജീവാത്മാക്കളുടെ മേൽ ചില കാർക്കശ്യ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭൗതിക പ്രകൃതിയുടെ നിർദ്ദിഷ്ട പ്രവർത്തനത്തിൽ അങ്ങനെയുള്ള ആ വരദാനമായിട്ട് മനുഷ്യജന്മത്തെ സ്വീകരിച്ചു. അപ്പം എന്താണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഭൗതിക പ്രകൃതിയുടെ ഒരു പ്രവൃത്തി, നമുക്കൊരു ജീവൻ തന്നിരിക്കുകയാണ്. നമ്മള് എന്താണ് സാധാരണക്കാര് പറയും, നമ്മള് നല്ല കർമ്മവും പാപകർമ്മങ്ങളും പകുതിയാകുമ്പോഴാണ് ഒരുപോലെയാകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. നമുക്കിതൊന്നും അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടിയാൽ നമ്മൾ എങ്ങനെ വേണം പെരുമാറാൻ എന്നുള്ളതാണ്. അപ്പൊ ഭൗതിക പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തെ പക്ഷേ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. ആ ശരീരം നമുക്ക് ഒന്നിലേക്ക് എത്താനുള്ള ഒരു പാതയാണ്. അത് മനസ്സിലാക്കുന്നതേ ഇല്ല. അപ്പം അവർക്ക്, ഈ അല്പബുദ്ധികൾക്ക് മനുഷ്യജന്മത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ല. എങ്ങനെ കിട്ടിയെന്നും അറിയത്തില്ല, എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ട് ചെയ്യേണ്ടതെന്നും അവര് അറിയുന്നതേയില്ല എന്നുള്ളതാണ്. അപ്പൊ അവര് അതിനുവേണ്ടി അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം അല്പബുദ്ധികളായ അവരെ മനുഷ്യജന്മത്തിന്റെ മൂല്യത്തെ അറിയാതെ അങ്ങനെ ജനിമൃതികളിലേക്ക് വീണ്ടും വീണ്ടും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം മനുഷ്യനായി ജനിച്ചു, ആ മനുഷ്യനായി ജനിച്ചാൽ അത് വീണ്ടും അതിൽ നിന്ന് നേടാവുന്നത് നേടിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചില്ലല്ലോ, ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥ കർമ്മഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ശ്രീല പ്രഭാതൃകേ. ഓ നമോ ഭഗവതേ വാസുദേവായ. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥ കർമ്മഭിഃ. ഹരേ കൃഷ്ണ മാതാജി. ദിവാച വ്യർത്ഥ കർമ്മഭിഃ. വ്യർത്ഥ കർമ്മ, വെറുതെ വ്യർത്ഥ കർമ്മഭിഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ വരദാനമാണ് മനുഷ്യജന്മമെന്നും ജനിവൃതികളുടെ ആവർത്തന ചക്രത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു പാലമാണിതെന്നും, അതുപോലെ ജീവിതത്തിന്റെ പരമമായ വരദാനം പ്രാപ്തമാക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഭൗതിക പ്രകൃതിയുടെ വരദാനമാണ് തന്നിരിക്കുന്നതെങ്കിലും അതിൽ ഭഗവാൻ അന്തർലീനമായിട്ട് ഭഗവാൻ തന്നെ ഉണ്ട് എന്നുള്ളതും ഭഗവാനുണ്ട്. അപ്പൊ ജനിമൃതികളുടെ ആവർത്തന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പാലം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ജീവിതത്തിൽ പരമമായ വരദാനം പ്രാപ്തമാക്കാൻ ഇതുകൊണ്ടേ കഴിയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോകേണ്ടി വരും എന്നൊന്നും ആരും ചിന്തിക്കുന്നതേയില്ല. പക്ഷേ ബുദ്ധിമാന്മാരായ ആൾക്കാര് ഇതെല്ലാം അറിഞ്ഞിട്ട് അതനുസരിച്ച് ഈ കുരുക്കിൽ നിന്ന് പുറത്തു ചാടാനുള്ള മാർഗം അവര് സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാര് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ അറിയേണ്ടത് മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ താൽക്കാലികമായ ഇന്ദ്രിയാസ്വാദനത്തിനായി ജീവിതം മുഴുവൻ കഠിനമായി പ്രയത്നിക്കുന്നു അവര്.
നമുക്കറിയാം സാധാരണക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം ആ കുടുംബത്തെ കൊണ്ടുപോകുന്നതിനോടൊപ്പം ഒരുപാട് സമ്പത്ത് വലിച്ചു കൂട്ടാൻ വേണ്ടിയും അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ സാധാരണയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രിയാസ്വാദനമാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. നമുക്ക് ഒന്ന് നേടുമ്പോൾ വേറൊന്ന് നേടണം എന്നുള്ളതല്ല, ഇന്ദ്രിയാസ്വാദനത്തെ കുറിച്ചാണ് അവര് കൂടുതലും ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പക്ഷെ ഒരു ശ്രീലപ്രഭുപാദരും നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്, എന്താണ് ഈ ഇന്ദ്രിയാസ്വാദനം എന്ന് പറയുന്നത് അത് മനുഷ്യജന്മം കിട്ടണമെന്നില്ല, ഏത് ജന്മത്തിലും നേടാവുന്ന ഒന്നാണ് ഇന്ദ്രിയാസ്വാദനം എന്ന് പറയുന്നത്. നമുക്ക് സുഖിച്ചാൽ മതിയല്ലോ, ഇന്ദ്രിയാസ്വാദനം എന്ന് പറഞ്ഞാൽ സുഖിക്കുക. അപ്പൊ ആ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സുഖം എന്തുകൊണ്ടും നേടിയെടുക്കാൻ കഴിയും. പക്ഷേ ഈ മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മൾ, ആരാണ് നമ്മൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ പൂർവജന്മത്തിൽ കിട്ടിയ ആ കർമ്മം അനുസരിച്ച് അല്പമൊക്കെ സുഖിക്കാനുള്ള അവസരം നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്, ഒട്ടും തരാതിരിക്കുന്നില്ല. അപ്പം കുറച്ചൊക്കെ തരുന്നുണ്ട്, അത് കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, അതിൽ വീണു പോകരുതേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഇന്ദ്രിയാസ്വാദനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കട്ടെ എന്നിവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം നാം മനുഷ്യർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ജീവിതം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്, സമ്പത്ത് വലിച്ചു കൂട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്, വേറെ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവരും ഒരുപാട് പേര് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾക്കൊരു ബോധമുണ്ടാകണം. ആ ബോധമുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ് വന്നത്, ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്നതെല്ലാം ഇന്ദ്രിയാസ്വാദനത്തിനാണ്. ആ ഇന്ദ്രിയാസ്വാദനം മാത്രമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നണം. നമ്മൾക്ക് അന്നത്തരം തോന്നിയിട്ട് കാര്യമില്ല, ചിലപ്പോൾ അതിനോടനുസരിച്ച് ആള് കാര്യമാകും അല്ലെ. പക്ഷേ അങ്ങനെ ചിലരേ ഉള്ളു ഇങ്ങനെ ഇരിക്കുന്നത്, ചില ആൾക്കാർ അതിനു മുമ്പ് പോകുന്നവരുമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ പലരും നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കാതെ പോകുന്നു, പലരും നമ്മൾ എന്തിനാണ് വന്നതെന്ന് അറിയുന്നില്ല, നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ ഒന്നും അറിയുന്നില്ല. അപ്പം അതിനായിട്ട് നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം, ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതിനായി നമുക്ക് പലരും പല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പല കാര്യങ്ങളും അല്ലെ. ഭജാമി രാധാം അരവിന്ദ നേത്രം സ്മരാമി രാധാം ഗതേനക. അപ്പൊ നമ്മളെ എപ്പോഴും ആ ഒരു രാധയെ സ്മരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ ഉണർത്തി വിടുക, ഭഗവാനിലേക്ക് ഉണർത്തി വിടാൻ രാധാറാണിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഭജാമി രാധാം അരവിന്ദ നേത്രം സ്മരാമി രാധാം മധുരസ്മിതസ്യ വദാമി രാധാം കരുണാപരത്രം തഥോ മന്യേ ഗതേന കാവ്യേ എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രമിക്കുക. നമ്മൾ ഏറ്റവും വലിയ ഭക്തന്മാര് പറഞ്ഞാൽ കൃഷ്ണൻ അവനെ ഒരിക്കലും വിടുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ ഉണർത്തി നമ്മൾ ഭക്തരിലേക്ക് കൊണ്ടുവരിക. ആ ഭക്തന്മാര് നമ്മളെ ഭക്തരിലേക്ക് എത്തിക്കും. അങ്ങനെ അങ്ങേയറ്റത്തെ ഭക്തരിലേക്ക് നമുക്ക് ആ ഭക്തന്മാര് നമ്മളെ കൊണ്ടുപോകും, നമ്മൾക്ക് അവിടെ എത്താൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ കൃഷ്ണനെ പ്ലീസ് ചെയ്യാമെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭക്തന്മാരിൽ നിന്ന് കൃഷ്ണനെ പ്ലീസ് ചെയ്യിക്കാനുള്ള മാർഗം നമ്മൾ നേടിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭക്തരിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഭക്തരിലേക്ക് എത്തുമ്പോൾ നമ്മളെ രാധാറാണി മാത്രമാണ് ഭഗവാനെ ശരിക്കും പ്ലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ആ മഹാഭാവസ്വരൂപമായ രാധാറാണി നമ്മുടെ മനസ്സിനെ തിരിച്ചു വിടാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ? നമുക്ക് രാധാറാണിയെ നേരിട്ട് പിടിക്കുക എന്നുള്ളതല്ല, നമ്മളെ ഭക്തന്മാരിൽ കൂടി രാധാറാണിയിലേക്ക് എത്തുക. അവിടെ രാധാറാണി നമ്മളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാർക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ബ്രാഹ്മണ പത്നിമാര് അവിടെ വരുന്നുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? വനത്തിൽ കളിക്കാൻ പോയ അവസരത്തില് കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും എല്ലാം കൂടെ നേരത്തെ വനത്തിൽ കളിക്കാൻ പോയി. അന്ന് ചോറുകെട്ടൊന്നും എടുത്തിരുന്നില്ല. ആ സമയത്ത് കൃഷ്ണൻ പറയുന്നു, പോയി ആ ബ്രാഹ്മണരുടെ വീട്ടിലെ
ആ വനത്തിനടുത്താണ്. അവിടെ ചെന്നിട്ട് അവിടെ ഇപ്പൊ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. ആ യജ്ഞങ്ങൾ നടക്കുന്നിടത്ത് പോയിട്ട് കൃഷ്ണനും ബലരാമനും വന്നിരിക്കുന്നു, അവർക്ക് ഭക്ഷണം വേണം, വിശക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ അയക്കും. അവിടെ ചെന്നിട്ട് അവര് പറയുന്നത് ആരോടാണ്? അവിടെ ഇന്ന് യജ്ഞം നടത്തുന്ന യജമാനന്മാർ ആ വീട്ടിൽ ഗൃഹസ്ഥരോട് പറയും, ഇങ്ങനെ കൃഷ്ണൻ വന്നിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോ എന്നും പറഞ്ഞ് അവരെ വിട്ടു. ഒന്നും കൊടുത്തില്ല. തിരിച്ചിവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ട് അവരൊന്നും തന്നില്ല, കുട്ടികളല്ലേ, കുട്ടികൾ വന്ന് കൃഷ്ണനോട് ഇങ്ങനെ പറയും. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യും? കൃഷ്ണൻ പറയും, നിങ്ങൾ ഇനി ഒന്നുകൂടെ പോണം, പോയിട്ട് ആ സ്ത്രീകളോട്, അവിടെ കുടുംബത്തിൽ അപ്പുറത്ത് ചെന്നിട്ട് സ്ത്രീകളോട് പറയുമെന്ന് പറയും. അപ്പൊ അതുപോലെ അവർ ചെയ്തു. അവിടെ ചെന്ന് സ്ത്രീകളോട് പറയുന്ന അവസരത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്തു? വളരെ സന്തോഷവതികളായിട്ട് അവിടെ ഒരുക്കി വെച്ചിരുന്ന സർവ്വ കാര്യങ്ങളും എടുത്തിട്ട് ഇവർക്ക് കൊടുത്തു വിട്ടു. എന്നിട്ട് സ്ത്രീകൾ തന്നെ ഇറങ്ങിപ്പോരുകയാണ്. അത് കുറച്ച് 1-2 പേര് വീട്ടിലുള്ളവരെ പുരുഷന്മാര് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവരൊന്നും കേൾക്കാതെ അവർ ഇനി കൃഷ്ണന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന് അവർ കൃഷ്ണനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ പോകണമെന്നില്ല. അങ്ങനെ ആയപ്പോഴേ പക്ഷെ കൃഷ്ണൻ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കർമ്മം അനുസരിച്ച് ചെയ്യാനായിട്ട് അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ഇവിടെ വന്ന് എന്റെ ഭാവം കണ്ടിട്ടല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ്? ശ്രവണാൻ ദർശനാൻ ധ്യാനാൻ മൈ ഭാവോ അനുകീർത്തനാത് നഥാ സന്നികർഷേണ പ്രതിയാത തതോ ഗ്രഹാൻ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശ്രവണം കൊണ്ടും ദർശനം കൊണ്ടും ധ്യാനം കൊണ്ടും മൈ ഭാവോ അനുകീർത്തനാത്, എന്റെ ഭാവത്തെ എപ്പോഴും നിങ്ങൾ അനുകീർത്തനം ചെയ്തും അങ്ങനെ എന്നോടുള്ള അടുപ്പത്തെ നിങ്ങൾ വളർത്തിയെടുക്കൂ. നിങ്ങൾക്ക് എന്നിൽ പൂർണ്ണമായ സമർപ്പണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ വാക്കുകൾ നിങ്ങൾ പൂർണ്ണമായി കേട്ടു. അവര് ഭർത്താക്കന്മാരെ പോലും അവര് സമ്മതി തീരെ വരാൻ പറ്റാത്തവർ മാത്രമാണ് വരാത്തത്. അങ്ങനെ അവരെ എന്ത് ചെയ്തു? അങ്ങനെ അവർ ഓടി വന്ന് അവർക്ക് ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നെ കുറിച്ച് ശ്രവിക്കൂ, എന്റെ ആർച്ചാവിഗ്രഹം നിങ്ങൾ ധ്യാനിക്കൂ. പ്രത്യേകം പറയുന്ന, ഞാൻ മുന്നിലില്ലെന്ന് കരുതണ്ട, എന്റെ ആർച്ചാവിഗ്രഹത്തെ നിങ്ങൾ ധ്യാനിക്കൂ, എന്റെ ഗുണവും നാമവും കീർത്തിച്ചുകൊണ്ടേ ഇരിക്കൂ, എന്നോടുള്ള പ്രേമം വളർത്തിയെടുക്കൂ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പ്രേമമുണ്ട്, പക്ഷെ അതിനെ കുറച്ചുകൂടി വളർത്തിയെടുക്കൂ. ഇനി ശാരീരികമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ല നിങ്ങൾ എന്നെ പ്രാപിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലുള്ള പ്രേമം എന്നോട് വളർത്തിയെടുക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അയക്കുന്നു. ഭഗവാൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാം സസ്റ്റെയിൻ ചെയ്യുന്ന ആള്, എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ ആയിട്ടുള്ള ആള്. ഗ ക്രിയേറ്റർ എന്നും പറയും, ലീഡർ എന്നും പറയും. ഗ എന്നതിന് വാൻ എന്ന് പറഞ്ഞാൽ സർവ്വതും അടങ്ങിയിട്ടുള്ള ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറയും, എല്ലാം അടങ്ങിയിട്ടുള്ള ആ സ്ഥാനം. ആ ഭഗവാനാണ് ഇവരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം അപ്പൊ നമ്മളൊക്കെ ഏത് രീതിയിൽ ഈ മനുഷ്യജന്മം കിട്ടിയപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലാത്തവർ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര ഉള്ളു ഇതിനകത്ത്. പ്രത്യേകിച്ച് നമുക്ക് പ്രഭാതിൽ പറഞ്ഞിരിക്കുന്നു, താഴ്ന്ന മൃഗങ്ങൾക്ക് പോലും ഇന്ദ്രിയാസ്വാദനം അനുവദനീയമാണ്. ഒരു കാര്യത്തില് എന്താണ്, പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലെയും കർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യനും ഒരു നിശ്ചിത ശതമാനം ഇന്ദ്രിയാസ്വാദനത്തിന് തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ വീണു പോകരുത്. പിന്നെ അതുപോലെ ഇന്നത്തെ ജനങ്ങൾ മഹാനഗരങ്ങളിൽ കിടന്ന് വ്യവസായ പട്ടാളങ്ങളിലൊക്കെ കിടന്നിട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ഉണ്ടാണ്. അപ്പൊ ഈ സംസ്കാര സമ്പന്നൻ എന്ന് പറയുന്ന ജനങ്ങളെ അവരെ ഒരിക്കലും എന്നെ അറിയാൻ ശ്രമിക്കുന്നില്ല. അലസരും നിർഭാഗ്യവരുമാരുമായിട്ട് അവർ ഈ പണം അവരുടെ സുഖത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ശ്രീല പ്രഭാതർ പറഞ്ഞു. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം കിടക്കാം. സൂത ഉവാച യഥാ പരീക്ഷിത് കുരുജാങ്കലേ വസത് കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താമനതി പ്രിയാം തഥാ ശരാസനം സംയുഗശൗണ്ഡിരാദദേ. യഥാ പരീക്ഷിത് കുരുജാങ്കലേ വസത് കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താമനതി പ്രിയാം തഥാ ശരാസനം സംയുഗശൗണ്ഡിരാദദേ. അപ്പൊ അതിന്റെ വാക്കുകളെ കുറച്ചേറെ വാക്കുകളുണ്ട്. അതിന് 4 ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൂത ഉവാച, സൂതൻ പറഞ്ഞു, യഥാ എപ്പോൾ, പരീക്ഷിത് മഹാരാജാവ് പരീക്ഷിത് കുരുജാങ്കലേ, കുരുജാങ്കലേ എന്ന് പറയുന്നത് കുരു സാമ്രാജ്യത്തിന്റെ, കുരുക്കളുടെ രാജ്യത്തിന്റെ രാജധാനിയിൽ എന്നുള്ളതാണ്. കുരുജാങ്കലേ
അവസത്, അവസത് എന്ന് പറഞ്ഞാൽ വസിച്ചുകൊണ്ടിരുന്നു. അപ്പം കുരുജാങ്കലെ അവസത്, കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ, പ്രവിഷ്ടം നിവേശിച്ചു, നിജചക്രവർത്തിതേ അദ്ദേഹത്തിന്റെ അധികാര അതിർത്തിക്കുള്ളിൽ, നിജചക്രവർത്തിതേ ചക്രവർത്തിയുടെ അജാധികാരത്തിനുള്ളിൽ, നിശമ്യ കേട്ടിട്ട്, വാർത്ത തന്നെ, അനതിപ്രിയ അതത്ര നല്ലതായിരുന്നില്ല, രുചികരമല്ലാത്ത വാർത്ത കേട്ടു, തതഹ പിന്നെ, ശരാസനം അമ്പും വില്ലും, സംയുഗ ഒരവസരം കിട്ടി, ശൗണ്ഡിരാധതേ എന്നാണ്. ശൗണ്ഡി എന്ന് പറഞ്ഞാൽ രണാസക്തമായ പ്രവർത്തനങ്ങൾ, ആദതേ ആരംഭിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ പരീക്ഷിത് മഹാരാജാവ് ഒരു ക്ഷത്രിയനാണെന്ന് നമ്മളെ മറക്കരുത്. അപ്പൊ ആ ക്ഷത്രിയന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം യഥാ പരീക്ഷിത് കുരുജാങ്കലേ വസത് കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താമനതി പ്രിയാം തഥാ ശരാസനം സംയുഗ ശൗണ്ഡിരാധതേ. ശൗണ്ഡിഹി പ്ലസ് ആദതേ എന്നുള്ളതാണ് ശൗണ്ഡിരാധതേ. അവൾക്ക് വിസർഗമാണ് അവിടെ വരുന്നത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സൂത ഉപാച യഥാ പരീക്ഷിത് കുരുജാങ്കലവസ കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വർത്തമാന മതിപ്രിയാം താ ശരാസനം സംയുഗ ശൗണ്ഡിരാധതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നിശമ്യ വാർത്ത അനതിപ്രിയാം തതഃ എന്നാണ്. നിശമ്യ വാർത്ത അനതിപ്രിയാം തതഃ ശരാസനം സംയുഗ ശൗണ്ഡിരാധതേ. ശൗണ്ഡിഹി പ്ലസ് ആദതേ അതാണ് ശൗണ്ഡിരാധതേ. സംയുഗ ശൗണ്ഡിരാധതേ. ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സുത ഉവാച യഥാ പരീക്ഷിത് കുരുജാങ്കലേ വസത് കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താമനതിപ്രിയാം തഥാ ശരാസനം സംയുഗ ശൗണ്ഡിരാധതേ. ഹരേ കൃഷ്ണ. എന്റെ വിവാഹം. ഹരേ കൃഷ്ണ. വായിക്കണോ? വായിച്ചോളൂ. വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. സൂത ഉവാച ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഓം നമോ ഭഗവതി വാസുദേവായ. യഥാ പരീക്ഷിത് കുരുജാങ്കലേ വസത് കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വർത്തമാനാദിപ്രിയാം തതഃ ശരാസനം സംയുഗ ശൗണ്ഡിരാധതേ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പരീക്ഷ കുരുജാങ്കലത്തിൽ പോയി. കുരുജാങ്കലെ എന്ന് പറഞ്ഞാൽ കുരുക്കളുടെ കുരുവംശമല്ലേ അവരെ. കുരുവംശത്തിലെ പാണ്ഡവർ കുരുവംശത്തിലെ കുരുക്കളുടെ സാമ്രാജ്യത്തിന്റെ രാജധാനിയാണ് കുരുജാങ്കലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുരുജാങ്കലെ ഓർത്തോണം, തെറ്റി. കുരുജാങ്കലെ. അതുപോലെ നിശമ്യ കഴിഞ്ഞിട്ട് വർത്തമാനമല്ല, വാർത്ത അനതിപ്രിയ. വാർത്ത അനതിപ്രിയം. അത് പിരിച്ചു പറയുന്ന ഓർത്തോണം. വാർത്ത അനതിപ്രിയം. അപ്പോഴേ വിവർത്തനം വായിക്കാം. ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. സൂത ഗോസ്വാമി പറഞ്ഞു, മഹാരാജാവ് പരീക്ഷിത്ത് കുരു സാമ്രാജ്യത്തിന്റെ രാജധാനിയിൽ വസിച്ചുകൊണ്ടിരുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അധികാരാതിർത്തിക്കുള്ളിൽ കലിയുഗ ലക്ഷണങ്ങൾ നുഴഞ്ഞു കയറാൻ ആരംഭിച്ചു. ഇതേക്കുറിച്ച് ശ്രവിച്ച അദ്ദേഹത്തിന് അത് രുചികരമായി തോന്നിയില്ല. എങ്കിലും ഇത് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം തന്റെ ധനുസ്സും ശരങ്ങളുമേന്തി യുദ്ധ നടപടികൾക്ക് സ്വയം സജ്ജനായി. അപ്പോൾ സൂതഗോസ്വാമി പറയുകയാണ്, ഇതെവിടെ നടക്കുന്ന സംഭവമാ? ഹരേ കൃഷ്ണ. ഇതെവിടെ വെച്ച? ഭാഗവതത്തിന്റെ എവിടെ വെച്ച ഈ സംസാരം? ആരോട് പറയുന്നു? ഹരേ കൃഷ്ണ. നൈമിഷാരണ്യത്തിൽ വെച്ചില്ലേ മാതാജി? ഹരേ കൃഷ്ണ. അതെ, നൈമിഷാരണ്യത്തിൽ വെച്ച് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണിത്? സൂത ഗോസ്വാമി
അവിടെ കൂടിയ ഋഷിമാർക്ക് സൗനകാദികളോട് സൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇവിടെ പറയുകയാണ്, പരീക്ഷിത് മഹാരാജാവിന്റെ രാജ്യഭരണം അത്രയ്ക്കും കുറ്റമറ്റതായിരുന്നു. അപ്പം യാതൊരു പ്രശ്നങ്ങളും ആ രാജ്യത്തില്ല. പിന്നെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യവും ഇല്ല. തീർച്ചയായിട്ടും വളരെ ശുദ്ധമായ ഭരണം. ജനങ്ങളെല്ലാം നല്ല സന്തുഷ്ടര്. മറ്റുള്ളവരുടെ അറ്റാക്കൊന്നും അവിടെ ഇല്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരാനും ഇല്ല. കാരണം ലോകത്തിന്റെ മുഴുവൻ രാജാവായി കഴിയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് രാജധാനിയിൽ സ്വസ്ഥതയോടുകൂടി കഴിയുന്നു. എല്ലാവർക്കും ധർമ്മം അനുസരിച്ചുള്ള ജീവിതം പ്രദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം വസിക്കുന്ന സമയം. ആ സമയത്ത് തന്റെ രാജധാനിക്കുള്ളിലേക്ക് നേരത്തെ തന്നെ ഭഗവാൻ പോയപ്പോ തന്നെ കലിയുഗം എന്ത് ചെയ്യുകയായിരുന്നു? നുഴഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ഭഗവാനെ ഒന്ന് വിടാൻ നോക്കിയിരിക്കുകയായിരുന്നു കലിയുഗം ആരംഭിക്കാനായിട്ട്. അങ്ങനെ കലിയുഗ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് അത് ലഭിച്ചു. നമ്മൾ നേരത്തെ കലിയുഗത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അതിന്റെ ശ്ലോകങ്ങളെല്ലാം 11ാം സ്കന്ധത്തിലെ നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് കലിയുഗത്തെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ വന്ന് പറഞ്ഞിരുന്നതാണ്. ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ മുമ്പേ തന്നെ വന്നു കഴിഞ്ഞിരുന്നു എന്ന വാർത്ത അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പരമഭക്തനാണ് അദ്ദേഹം. ഭഗവാനെ എവിടെയാണ് കാണാൻ കഴിഞ്ഞത്? ഭഗവാനെ നേരിട്ട് അഗർഭ അവസ്ഥയിൽ കണ്ട ആളാണ്. അപ്പൊ അങ്ങനെ പരമപവിത്രമായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഇത് എവിടേക്കും പരീക്ഷിത് എന്ന വാക്ക് തന്നെ എന്താണ്? പരീക്ഷിച്ചുകൂടെ ഇന്ന് ഞാൻ കണ്ട ആ രൂപം എവിടെയാണ് ഇനി ഉള്ളത് എന്ന് കാണാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് പരീക്ഷിത് മഹാരാജാവ്. ഞാൻ അന്ന് കണ്ട ആ മുഖം ഇനി എവിടെ കാണാൻ പറ്റും എന്ന് നോക്കിയിരുന്നാണ്. അപ്പൊ അങ്ങനെ ആ പരീക്ഷിത് മഹാരാജാവ് തന്റെ രാജ്യത്തിലേക്ക് ഇങ്ങനെ കലി വന്ന് കയറി ആൾക്കാരെ ഉപദ്രവിക്കുന്നു. അതത്ര അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അനി കലിയുഗ ലക്ഷണം എന്തൊക്കെയാണ് നമ്മൾ കുറേ പഠിച്ചു. മന്ദസുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുഭദ്രത എന്ന് പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇവിടെ പ്രഭുപാദര് നമുക്ക് പറഞ്ഞേക്കുന്നു, ജീവിതത്തിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാകുക, സ്ത്രീകളുമായുള്ള അവിഹിത വീഴ്ച ഉണ്ടാകുക, മാംസഭോജനം, ലഹരി, ചൂതുകളിൽ ആനന്ദം കണ്ടെത്തുക തുടങ്ങിയവ വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കലിയുഗത്തെ കലഹയുഗം എന്നാണ് പറയുന്നത്. അപ്പം ഈ മനുഷ്യ സമൂഹത്തിലെ ഈ എല്ലാ കാര്യങ്ങളും, ഈ 4 കാര്യങ്ങളും എല്ലാവിധ കലഹങ്ങൾക്കും കാരണമായിട്ട് അടിസ്ഥാന കാരണങ്ങളാണ് ഈ 4 കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഇപ്പൊ മാംസഭോജനം ഇല്ലാതെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ശരി അവിഹിതമായ ബന്ധങ്ങളിൽ ചെന്ന് പെടുന്നവരാണ് ഒരുപാട് ആൾക്കാരും ഈ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 4 എല്ലാവിധ ഒരു പ്രശ്നങ്ങളുടെയും ഒരു അടിസ്ഥാനമായിട്ട് പണത്തോടുള്ള മോഹവും വരുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ മുമ്പേ തന്നെ ഇതിലേക്ക് വ്യാപൃതരായി എന്നൊരു അദ്ദേഹത്തിന് സ്പൈ വർക്ക് ഉണ്ടല്ലോ, എല്ലാവരും വന്ന് പല കാര്യങ്ങളും അറിഞ്ഞിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് ഇതിനെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പം എന്റെ കാലം വരെയെങ്കിലും, പരീക്ഷത്തിന്റെ കാലം വരെയെങ്കിലും പൊതുജീവിതത്തിൽ ഇങ്ങനെയുള്ള ലക്ഷണം വരാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവ എവിടെ ചെറുതായിട്ടൊന്ന് കണ്ടു അദ്ദേഹം അറിഞ്ഞാൽ പോലും അതിനെ എതിർക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് കലിയുഗ ലക്ഷണങ്ങൾ തന്റെ രാജ്യത്ത് പ്രകടമായി എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഉപദ്രവത്തിനെതിരെ ഒരു ക്ഷത്രിയനായ മഹാരാജാവ്, ക്ഷത്രിയർക്ക് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യവും അവരുടേതായ ഡ്യൂട്ടിയും കർമ്മമാണത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നല്ല കാര്യങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ചീത്തയ്ക്കെതിരെ എന്ന് വെച്ചാൽ തിന്മയ്ക്കെതിരെ പോരാടാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ശാസനത്തിന് കീഴിൽ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും കലിയുഗത്തിന്റെ പ്രഭാവം മൂലം ഇത് ഉണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ
ഇവിടെ ഇതുവരെയും നല്ലതായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അവിടെ യുദ്ധത്തിന്റെ ആവശ്യമേ വന്നിട്ടില്ല. ഇവിടെ കലിയുഗ ഖലന്മാരെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇങ്ങനെ തലയുമുക്കിയ അവസരത്തിൽ അദ്ദേഹത്തിന്റെ വീര്യം പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുത്തു. അദ്ദേഹത്തിന്റെ വീര്യത്തെ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സമയത്ത് എന്തുകൊണ്ടാണ് കലിയുഗ ഖലന്മാർ തലപൊക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിന് എക്സാമ്പിൾ ശ്രീല പ്രഭാതിൽ പറഞ്ഞേക്കുന്നത്, ഒരു കായിക താരം എപ്പോഴാണ് തനിക്ക് അവസരം കിട്ടുമ്പോൾ ആവേശഭരിതനായി തീരുന്നത് പോലെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ് തന്റെ രാജ്യത്ത് കലി കടന്നിട്ട് ഉപദ്രവം ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ. നമ്മൾ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് പഠിക്കുക എന്താണ് അതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഉത്തമ ക്ഷത്രിയ രാജാവ് ശരിക്കും ആഹ്ലാദഘോഷണം നടത്തുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ കലിയുഗത്തിൽ അത്തരം ലക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാകുന്നതാണ്. എല്ലാ കലിയുഗത്തിലും ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഏറ്റവും പരമഭക്തനായ അദ്ദേഹത്തിന്റെ സമയത്ത് ഇത് അദ്ദേഹം അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരുപാട് എക്സാമ്പിൾ വെച്ചാണ് ശ്രീല പ്രഭുപാദര് നമുക്ക് കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്. കലിയുഗത്തിന്റെ പ്രതിനിധികളുമായുള്ള സഹവാസത്തിൽ നിന്നും പ്രജകളെ രക്ഷിക്കുന്നത് രാജ്യത്തിന്റെ അഥവാ രാജാവിന്റെ കർത്തവ്യമാകുന്നു. അപ്പം തനിക്കുള്ള കർത്തവ്യങ്ങൾ താൻ നിറവേറ്റണം എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാകി. അപ്പൊ തയ്യാറാവുകയും എന്താണ് തീർച്ചയായിട്ടുമുള്ള അധർമ്മികളെ ശിക്ഷിക്കുന്നതിനും ധർമ്മ സംസ്കാരത്തിലൂടെ അഥവാ മതാചാരങ്ങളിലൂടെ നിർമ്മല ഹൃദയരെ സംരക്ഷിക്കുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. തന്റെ പ്രജകളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും നമ്മൾ പറയത്തില്ല ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ പ്രജകൾക്ക് സംരക്ഷണം നൽകുക തന്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധർമാനുസൃതമായ യുദ്ധങ്ങൾക്ക് അദ്ദേഹം തയ്യാറാകുന്നതായി നമുക്കിവിടെ പറയുന്നു. ഇനി അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ